പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് സിബിഐ കുരുക്കുമായി വിജിലൻസ്. പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് സതീശനെതിരെ സിബിഐ അന്വേഷണം വേണമെന്ന ശുപാർശ വിജിലൻസ് മേധാവി സർക്കാരിന് സമർപ്പിച്ചു. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കത്തെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്ന സതീശനും കോൺഗ്രസ് നേതാക്കളും പ്രതികരിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെയാണ് പ്രതിപക്ഷ നേതാവിനെതിരെ സിബിഐ അന്വേഷണത്തിന് ശുപാർശ എന്ന വാർത്ത പൊട്ടിവീണത്. പ്രളയാനന്തരം പറവൂർ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ പുനർജനി പദ്ധതിയുടെ പേരിൽ വിദേശത്തു നിന്നും ഫണ്ട് പിരിച്ചതിലെ ക്രമക്കേട് സിബിഐ അന്വേഷിക്കണമെന്നാണ് വിജിലൻസിന്റെ ശുപാർശ. 6 മാസം മുൻപ് വിജിലൻസ് മേധാവി മനോജ് എബ്രഹാം നൽകിയ റിപ്പോർട്ടിൽ സർക്കാർ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. FCRA നിയമലംഘനം, സ്വകാര്യ സന്ദർശനത്തിന് അനുമതി തേടിയ ശേഷം വിദേശത്ത് പോയി ഫണ്ട് രൂപീകരിച്ചതിലെ ക്രമക്കേട് എന്നിവ ചൂണ്ടിക്കാട്ടിയാണ് സിബിഐ അന്വേഷണത്തിന് ശുപാർശ നൽകിയിരിക്കുന്നത്. മാത്രമല്ല, നിയമസഭാ സെക്രട്ടേറിയറ്റിന്റെ അനുമതി ഇല്ലാതെ നടത്തിയ പ്രവർത്തനങ്ങളിൽ സഭാ ചട്ടപ്രകാരം സ്പീക്കർ നിയമലംഘനത്തിന് നടപടിയെടുക്കണമെന്നും റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നു. എന്നാൽ സർക്കാർ നടപടിയെ പരിഹാസത്തോടെ കാണുകയാണ് പ്രതിപക്ഷ നേതാവ്. CBI അന്വേഷിക്കട്ടെ, ഞാൻ FCRA വകുപ്പിന്റെ ലംഘനം നടത്തിയിട്ടുണ്ടെന്ന് ഒന്ന് പറഞ്ഞേക്ക്. ഞാൻ പേടിച്ചു പോയെന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ടേ ഞാൻ പേടിച്ചു പോയെന്നും കൂടി ഒന്ന് പറഞ്ഞേക്ക്. മണപ്പാട്ട് എന്ന പേരിൽ ഫൗണ്ടേഷൻ രൂപീകരിച്ചാണ് വിദേശത്തു നിന്നും പണം സ്വീകരിച്ചതെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. UK-യിൽ നിന്നും 22,500 പൗണ്ട് ഫൗണ്ടേഷന്റെ അക്കൗണ്ടിലേക്ക് അയച്ചിട്ടുണ്ട്. മാത്രമല്ല, UK-യിലെ പരിപാടിയിൽ പങ്കെടുത്തവരോട് 500 പൗണ്ട് വീതം നൽകണമെന്ന VD സതീശൻ അഭ്യർത്ഥിക്കുന്ന വീഡിയോയും തെളിവായി വിജിലൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള നീക്കമായാണ് കോൺഗ്രസ് ഇതിനെ കാണുന്നത്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കാണിക്കുന്ന ചെപ്പടി വിദ്യകളല്ലേ ജനം മനസ്സിലാക്കുന്നത്. മാത്രമല്ല, പിണറായിക്ക് പറ്റാച്ചുണ്ട് എങ്ങനെ മോഡിയെ സൂചിപ്പിച്ചിട്ട് ഭരണം നിലനിർത്താൻ പറ്റും. അതേസമയം വിഷയത്തിൽ സർക്കാരാണ് നിലപാട് സ്വീകരിക്കേണ്ടതെന്ന് പറഞ്ഞ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ CBI അന്വേഷണമാണ് എല്ലാത്തിന്റെയും അവസാനമെന്ന നിലപാട് തങ്ങൾക്കില്ലെന്നും വ്യക്തമാക്കി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം CBI അന്വേഷണം എന്ന് പറയുന്നത് എല്ലാറ്റിൻ്റെയും അവസാന വാക്കാണെന്നുള്ള നിലയിലൊന്നും ഞങ്ങൾ സ്വീകരിക്കുന്നില്ല. പക്ഷേ ഇത് വിദേശവുമായിട്ട് ഉൾപ്പെടെ ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യം അന്വേഷിച്ച് അതിൻ്റെ ഭാഗമായിട്ടുള്ള റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് തീരുമാനിക്കേണ്ട എന്നുള്ള കാര്യമാണ് ഞങ്ങൾ അംഗീകരിക്കുന്നത്. വിജിലൻസ് നീക്കത്തെ രാഷ്ട്രീയമെന്ന് പറയാമെങ്കിലും CBI അന്വേഷണമോ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികളോ ഉണ്ടായാൽ തെരഞ്ഞെടുപ്പ് കാലത്ത് കോളിളക്കം ഉണ്ടാകുമെന്നത് ഉറപ്പാണ്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.